സർവവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ആനന്ദ കോർപ്പറേഷന്റെ 51-ാം ഡിവിഷനിലാണ് ഗവൺമെന്റ് UP സ്കൂൾ നിലകൊള്ളുന്നത്. ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് തങ്ങളുടെ മക്കളെ മാതൃഭാഷ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഈ നാട്ടുകാരായ രാജ്യസ്നേഹികൾ 1900 വട്ടയപ്പം, ഉണ്ണിയപ്പം, പഴംപുഴുക്ക്, അവിൽ വിളയിച്ചത്, മാമ്പശ്ശേരി, കപ്പുഴുക്ക്, കുമ്പളപ്പം, അതിനനുസരിച്ച് സേമിയ, റവ, കൊള്ളി വറുത്തത്, ചിപ്സ്, കൊണ്ടര ചിപ്സ്, കായ വറുത്തത്, ചക്ക വറുത്തത്, കടച്ചക്ക വറുത്തത്, പഴംപൊരി, കട്ട്ലേറ്റ്, പത്തിരി, കശകശ, ബോണ്ട, ആനന്ദമുകുലങ്ങൾ ജനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകത്തെ മണ്ണെണ്ണ വെച്ചിട്ടവരെ നമ്മൾ ഇതുപോലെ ഇത് ഫോം ഷീറ്റ് അറിയാം. ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ നടുവിലേക്ക് കൃത്യമുള്ളിലേക്ക് മഞ്ഞ ബോൾ വെച്ചേക്കാം. ഒന്ന് കുറച്ചേരം പ്രസ് ചെയ്തേക്കാം. കുറച്ചേരം പ്രസ് ചെയ്താൽ തന്നെ ഡ്രൈ ആയിരിക്കും. അതിന് പിന്നെ നമുക്ക് വേർത്ത് വയ്ക്കാം. ഭൂമിയുടെ പുറം ഭാഗം. ഈ ഇറക്കളാണ് ബ്രസ്റ്റ്, ഈ ഓറഞ്ചുകളാണ് മാൻഡി, ഇറക്കളാണ് കോറ്, ഈ ഗോളാകൃതികളാണ് നമ്മുടെ ഇന്നക്കോറ്. അതിന്റെ ഒരു ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന
കൊണ്ടുവന്നില്ലേ ചോദ്യം നഷ്ടമല്ലേ എന്തായാലും ഇവിടെ എത്രമാത്രം വിഭവങ്ങൾ ഇത് ഓരോരുത്തർക്കും റേറ്റ് എത്ര വേണമെങ്കിൽ കഴിക്കാം കൊണ്ടുവന്നത് അപ്പൊ ഒരു 45 ഐറ്റം ഉണ്ടാവൂലേ എന്തായാലും നിങ്ങള് സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കാൻ മാത്രമല്ല നല്ല കുക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് ഇനി കൂടുതൽ കഴിക്കാം വീഡിയോ ആണ് വീഡിയോ നമ്മുടെ സോഷ്യൽ സയൻസിലെ മൊഡ്യൂളിൽ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ മോർണിംഗിൽ ക്ലാസ് സെഷൻ എടുക്കുന്നതായിരുന്നു. നമ്മുടെ അനാവശ്യമായിട്ട് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ നാശമാക്കി കളയുന്നതും അതിൻ്റെ ഉപയോഗവും അത് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം പല കല്യാണങ്ങളിലും അല്ലെങ്കിൽ സദ്യകളിലൊക്കെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ അനാവശ്യമായിട്ട് കളയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വില എന്താണെന്നുള്ളത് കുട്ടികളിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കണക്കാക്കിക്കൊണ്ടാണ് അന്നവിചാരം എന്നൊരു സെക്ഷൻ നമ്മൾ സോഷ്യൽ സയൻസ് അധ്യാപകർ കൃത്യമായിട്ടും ഒരു സാമൂഹ്യ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ വേണ്ട അധ്യാപകർ എന്നുള്ള നിലയ്ക്കൊക്കെ ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു പങ്കാണ് അധ്യാപകർക്ക് വഹിക്കാനുള്ളത്. അത് കുട്ടികളിലേക്ക് പുതിയ തലമുറയിലേക്ക് ആ ഒരു അന്നത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ വെച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അധ്യാപകരോടും കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞതനുസരിച്ചാണ് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ എല്ലാ അധ്യാപകരും ഉണ്ടാക്കിക്കൊണ്ടൊരു വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അത് എല്ലാവരും അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കത് നടത്താൻ സാധിച്ചിട്ടുള്ള പരിപാടികൾ നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി സഹകരിച്ച എല്ലാ അധ്യാപകരോടും സോഷ്യൽ സയൻസ് അധ്യാപകർക്ക് എല്ലാവർക്കും നന്ദി.
ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ മുളകരച്ചൊരുക്കിയ പരം മീനും കറി കൂട്ടിയിട്ടേ കുട്ടിയിടം കണ്ണ് കുടിച്ചവനെ മാവിന്റെ കുളിര് വേനൂട്ടി കനകച്ചപ്പ് പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ മരിക്കപ്പം ചക്കേട് മടല് കൊത്തി നറു നറയരിഞ്ഞിട്ട മൂട ചുരുക്കി പാഴുക്കപ്രാവില കൊണ്ട് കയ്യിൽ കുത്തി ചൂടുകഞ്ഞി കുടിക്കുമ്പോൾ വിയർപ്പതനടുത്തുവായോ പത്തിരി താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ ചൂടച്ചോരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളം കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി
താരാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ ചൂടച്ചോരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളം കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി പത്തിരി താളിൽ നല്ല താരാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ ചൂടച്ചോരു പക്ഷെ അപ്പം സാറിനെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അപ്പൊ എനിക്ക് വിഷമായി സാറേ. ഞാൻ ഈ ക്വിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാണ്ട സാറേ. പിന്നെ സാറിന് എന്തെങ്കിലും അങ്ങനെ അറിയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ സാറേ. സാറേ സുഖല്ല സാറേ. കേട്ടോ സാറേ. ഈ കൊച്ചു ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കേട്ടോ. ജനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യാൻ പോത്തെ മണ്ണെണ്ണ വെച്ചിട്ട് അവരെ
വർഷമായി, അതായത് എനിക്ക് 30 വർഷം സർവീസ്, ഏതാണ്ട് 27 വർഷം DRG ആയിട്ട് പോയി തന്നെയാണ്. 27 വർഷത്തോളം 97 മുതല് DRG തന്നെയായിരുന്നു. കുറെ വർഷം LP ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് 4-ല്. ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ 4-ല് കുറച്ച് 4 വർഷം 4-ല് അന്ന് തൊട്ട് DRG ആയിരുന്നു. അവിടെ DRG ആയിട്ട് പോകേണ്ടി പെന്നിമാഷൊക്കെ സമയത്ത് ഞാനും പെന്നിമാഷും വേറെ രവീന്ദ്ര മാഷൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ടീമുകളായിരുന്നു. പിന്നെ ഞാൻ 2000-ലാണ് സോഷ്യൽ സയൻസിലേക്ക് വന്നത്. അന്ന് മുതൽ അന്നും DRG. അതിന്റെ കാരണം നമ്മുടെ അടുത്ത് ഇതായിട്ടുള്ളതാണ്. അവരെന്ത് കാര്യത്തിനും നമ്മുടെ സ്കൂളിലേക്കാണ് വരിക. അന്ന് നല്ല സ്റ്റാഫാണ് അവിടെ. അപ്പൊ അവര് ആ ഒരു ഓരോ കാര്യത്തിന് വരുമ്പോ നമ്മളാണെങ്കിൽ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. അപ്പൊ അന്ന് പറഞ്ഞ കാര്യം തന്നെ അവര് അങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞപ്പോ അവര് DRG ആണ്. അങ്ങനെ പിന്നെ എനിക്കും അത് താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. അതിന്റെ കാരണം ഞാൻ പഠിച്ച കോളേജ് തന്നെയാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് എന്റെ PG കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഒരു ടീച്ചർ ആവാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ആളല്ലായിരുന്നു. പിന്നെ തലവരാന്നൊക്കെ പറയില്ല, നമ്മൾ അതുകൊണ്ടായതാണ്. അന്ന് +2-ന് 98-ലാണ് ആദ്യം +2 ആരംഭിക്കണം. അന്ന് കിട്ടിയത് 2 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അന്ന് മോൻ ചെറുത്, രണ്ടാമത്തെ ആള് 1 വയസ്സാവുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇതേപോലെ വീട്ടിലിങ്ങനെ എതിർക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ 2 മണിക്കൂറത്തെ യാത്ര ചെയ്ത് തൊട്ടടുത്ത സ്കൂള് നടക്കാനുള്ളൂ എന്റെ സ്കൂളിലേക്ക്. അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ കുട്ടികള് എന്തിനീ ആവശ്യമില്ലാത്ത ഇത്തരം ദൂരത്തേക്കൊക്കെ നിങ്ങൾ പോവാന്ന് കിടന്ന് പറഞ്ഞപ്പോ അതും കൂടി നമ്മളത് അവസാനിപ്പിച്ചു. അത് ഇതേപോലെ ചിന്തിക്കാനുള്ള കഴിവ് നമുക്കതൊന്നും ഇല്ല. ഇപ്പൊ ശരിക്കും വിഷമം കാര്യം സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞപ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വരുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് DRG ആയതുകൊണ്ട് ഒരു ഗുണം കിട്ടിയത്. കുറെ ആൾക്കാരെ ഇപ്പൊ നമ്മുടെ ഈസ്റ്റ് മാത്രമല്ല വെസ്റ്റും എന്താ പറയാ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുറെ അധ്യാപകരായിട്ട് എനിക്ക് പരിചയം കിട്ടാനും ഇതുപോലെ എല്ലാവരുടെയും സ്നേഹം അതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആ സ്നേഹം കിട്ടാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. പിന്നെ DRG പോകുമ്പോൾ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. അതാണ് ഞാനത് തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഗ്രാജുവേറ്റ് കോഴ്സിൽ വന്നവർക്ക് ഇപ്പൊ മനസ്സിലായി കാണും. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഷെയറിങ് വളരെയധികം ഇപ്പൊ കുറച്ച് കുറവാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഭയങ്കര ഷെയറിംഗ് ആണ് അവിടെ. ചർച്ചകൾ ഇങ്ങനെയൊന്നല്ല പോവാ. ഒരു ടോപ്പിക് ഇട്ട് ചിലപ്പോൾ ആ ടോപ്പിക്കോട് ചർച്ച ചെയ്ത് ഒരു ദിവസം ചിലപ്പോൾ ആ ടോപ്പിക്കോട് പോകും. അങ്ങനെ അത്രയും അപ്പൊ നമുക്ക് അവിടെ നിന്ന് കുറേ അറിവുകൾ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഇനി എല്ലാവരും മാറി മാറി DRG-മാരായിട്ട് ആത്മാരായിട്ട് വരും. ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ടുകൊണ്ട് നിന്ന് പിന്നെ ഒരിക്കലും സ്ട്രിക്റ്റ് ആവരുത് ടീച്ചർമാരുടെ അടുത്ത്. ഞാൻ RP ആയി കഴിഞ്ഞാൽ വേറെ എന്തോ ആവുക എന്നുള്ള ആ ലെവലൊന്നും ആവരുത്. നമ്മുടെ ടീച്ചർ ഒരു അധ്യാപിക കുറച്ച് സമയം നിൽക്കേണ്ട അത്ര കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു മെന്റാലിറ്റി കൂടി എല്ലാവരെയും ഒന്ന് പുറത്തിറക്കി കൊണ്ടുപോകാൻ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അങ്ങനെ അന്ന് മുതൽ വന്നു. അന്ന് മുതൽ കുറെ പേര് അന്ന് തൊട്ട് വന്ന റീമോൾ അവരുടെ സിസ്റ്റർ ഇതുപോലെ ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് കുറെ പേര് നമ്മള് വീഡിയോ കോൾ അവരൊക്കെ ഹൈസ്കൂളിലേക്ക് പോയി, കുറെ പേര് +2-ക്ക് പോയി. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ UP-യിലിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അന്നത്തെ കുറെ ബന്ധങ്ങൾ നമുക്ക് ഇന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ സന്തോഷം തന്നെയാണ്. പിന്നെ ജോയ്സിന് കുറെ നാളെന്റെ DRG കൂടി അവര് സാജി മാഷ് പറഞ്ഞ പോലെ നമ്മുടെ സാജന് കുറെ വർഷം അവരോട് പറയുന്നത് എപ്പോഴും ഞാൻ ടീച്ചറെ പിന്നെ മുക്കളും മുമ്പിൽ നിൽക്കില്ല എന്ന് എപ്പോഴും പറയും. അപ്പൊ നിന്നാ മതി ഒരാളവിടെ ഉണ്ടായ ഷീറ്റു കുറെ പേർക്കൊക്കെ ഷീറ്റുവിനെ അറിയാം. അങ്ങനെ ഒരു ടീമായിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാവരായിട്ടും. അപ്പൊ അവരൊക്കെ എന്നെ എന്റെ ഞങ്ങളുടെ മുതിർന്ന ചേച്ചി എന്നുള്ളതിലാണ് എന്നെയൊക്കെ കൊണ്ടുവരാൻ. അനിയൻ മാഷിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഞങ്ങൾ കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുറെ എന്താ പറയുക സൗഹൃദങ്ങളുടെ ഒരു നേരം തന്നെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഈ 30 വർഷത്തിന്റെ ഇടയിൽ സാധിച്ചിട്ടുണ്ട്. അത് സംഘടനാ രംഗത്തായാലും ഈസ്റ്റ് സബ് ജില്ലയിലെ എല്ലാ ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് കിട്ടും. അമ്മയായാലും ഹസ്ബൻഡായാലും ഒന്നിനും അതിനെതിര് പറയാം. കാരണം വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. 7 മണിക്ക് പോകണം. വീട്ടിൽ 4 മണിക്ക് കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിച്ചിട്ട് ഞാൻ പോകണം. പിന്നെ അവിടെ നിന്ന് എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് അവർ പറയേ ചെയ്തോളാനേ പറയുള്ളൂ. ഒന്നും വേണ്ടാന്ന് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഏറ്റവും വലിയ നമുക്ക് വേണ്ടത് അതാണ്. പിന്നെ കുറച്ചാണ് മുനീഷ് മാഷാണ് ഇവിടെ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ കൂട്ടായിട്ടുള്ളത്. മാഷിന്റെ എല്ലാവിധ യുവർസി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വലിയ ഒരു ബന്ധം തന്നെയായിരുന്നു. അപ്പോ എല്ലാത്തിനും വളരെ വളരെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് സ്നേഹത്തിന് എല്ലാത്തിനും പ്രത്യേകം നന്ദി. ഓരോരുത്തരും പറയുന്നില്ല. എല്ലാവരും അറിയുന്നവരാണ്. അതുകൊണ്ട് ആരും പ്രത്യേകം പറയുന്നില്ല. എല്ലാവർക്കും നന്ദി. നേരത്തെ പറഞ്ഞ പോലെ ഇനി പെൻഷൻപ്രായം കൂട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല മതി. കാരണം ഇനിയും ആൾക്കാർ വരണം. നമ്മളെ 60 വയസ്സ് വരെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാണ്ടൊക്കെ ഇപ്പൊ 30 വർഷങ്ങളെ ഇഷ്ടംപോലെ ഇതൊക്കെ അല്ലെ. അപ്പൊ ഇനി വരുന്നൊരു ജോലി കിട്ടേണ്ട അവർക്കും നമ്മളെ 60 വയസ്സ് വരെ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങള്
എന്നെ സംബന്ധിച്ച് പറയും അടുത്താഴ്ച എനിക്കൊരു കൊച്ചുമോനോ വരും. അപ്പൊ പിന്നെ അതിൻ്റെതായിട്ടൊരു നിലയ്ക്ക് ലീവുകൾ ഇഷ്ടംപോലെ 300 ലീവുകൾ എടുക്കാറ്. ഞാൻ ക്യാഷ് ലീവ് തന്നെ എടുക്കാത്ത ഒരാളാണ്. തൊട്ടടുത്താണ് വീട്. സ്കൂളിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളത്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ക്യാഷ് ലീവ് വരെ എന്നെ കുറെ ഞാൻ കളയാറുണ്ട്. ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അതായത് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് എന്റെ മക്കളോടെ ഞാൻ പഠിപ്പിച്ചത്. അതൊക്കെ കുറെ ട്രിപ്പുകളൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ വന്നിരുന്നു. ഇതിന്റെ ടീച്ചർ അവിടെ കൊണ്ട് പഠിപ്പിച്ചിരുന്നു. ഞാൻ അങ്ങനെ എന്റെ സ്കൂളല്ലേ പഠിപ്പിച്ചത്. അപ്പൊ അന്ന് പഠിപ്പിക്കാൻ തന്നെ വലിയൊരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ വീട്ടിലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊന്നും നോക്കിയില്ല, അവിടെ തന്നെ പഠിച്ചാൽ മതി. ദൈവത്തിന്റെ തോളിൽ 2 കുട്ടികൾ നല്ലതിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്നത് എന്റെ മക്കൾക്കോ ആരെങ്കിലുമൊക്കെ സഹായത്തിനായിട്ട് എവിടെയും വരും. ആ ഒരു വിശ്വാസത്തിന് മാത്രമാണ് ഞാൻ നീങ്ങുന്നത്. എല്ലാവരുടെ സ്നേഹത്തിലും ഇവിടെ തന്ന ഈ മൊമെന്റും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ DRG ഞാൻ ഒരു ആദരവ് ഞാൻ കവർന്നുണ്ടായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് അവിടെയും DRG കോഴ്സിന് പോകുന്ന കാരണം അവിടെയും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ആരൊക്കെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഉന്മേഷം വർഷത്തിൽ ദിവസമൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എല്ലാവർക്കും ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു പേന തരുന്നുണ്ട്. അത് സൂക്ഷിച്ചിരിക്കും. ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഉള്ളവരെന്താ ചെയ്യാ? മുഖത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവരെ 8 വർഷക്കാലം ഞാൻ ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ അനുസരിക്കും, ചിലതൊക്കെ നോ പറയും. പക്ഷെ വീണ്ടും ടീച്ചറുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ ആവശ്യങ്ങളോ പറഞ്ഞാൽ ടീച്ചർ അതൊന്നും ഓർക്കില്ല. ടീച്ചർ വീണ്ടും സഹായിക്കും. ആ നല്ല ഓർമ്മകൾ, നല്ല മാതൃകകൾ ഞാൻ അയവിടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം വിരമിക്കുന്ന ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ, അതുപോലെ നമ്മുടെ ആദരിച്ച BP ജയ്സൺ മാഷ്, അതുപോലെ ഇതിന്റെ ചുക്കാൻ പിടിച്ച നിരീക്ഷണ മാഷ്, അതുപോലെ ജോലി ടീച്ചർ, നമ്മുടെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്ന ഗുഹയിൽ നിന്നാണ് ഡസൻ കണക്കിന് തുകൽ ശകലങ്ങൾ ലഭിച്ചത്. അടുത്തതൊരു വിസ്മയമാണ്. എങ്ങനെയാണ് പരിസ്ഥിതിയെ നിങ്ങൾ നോവിക്കാതെ നിന്ന് വളർത്തണം? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കൂടെ താമസിക്കണം. നിങ്ങൾ വലിയ പറഞ്ഞ 47 ശേഷം ആണ് കുറെ വികസനം വന്നത്, കൃഷി വന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട് പഞ്ചായത്ത് പദ്ധതി വികസിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ശരിയാണ്. ഇന്ന് എവിടെയും കൃഷി, ഈ വികസിക്കാനുള്ള കൃഷിയൊക്കെ ഇവിടെ ഉണ്ടാവും. ഫാക്ടറികൾ മാത്രം കാണാനുള്ള പാടത്തൊക്കെ. പണ്ടിപ്പോ കുട്ടികളെ പഠിക്കാണ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കവിതയൊക്കെയാണ് മാറിയിരിക്കണു. ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്താണ് പരിസ്ഥിതി എന്ന് അറിയില്ല. ജീവിക്കാനായിട്ട് മനുഷ്യന് നിരവധി അസുഖങ്ങളാണ് പരിസ്ഥിതി മലിനീകരണത്തിലൂടെ ഉണ്ടാകുന്നത്. ശ്വാസകോശ സംബന്ധമായ, കരൾ സംബന്ധമായ മനുഷ്യൻ എന്നും രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ വളരെയേറെ ഗുണങ്ങളുണ്ട്, എന്നാൽ അതുപോലെ തന്നെ അതോടൊപ്പം ദോഷങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും അർത്ഥവത്തായ ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകത്തിന്റെ ഏതൊരു കോണിൽ നടക്കുന്ന ഏതൊരു നിസ്സാര സംഭവങ്ങൾ പോലും ഞൊടിയിടകൊണ്ട് ഓരോ ടീമും അവരവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ പേര് അജിത വർമ്മ. ഞാൻ ഒരു ഫാക്ടറി നടത്തുകയാണ്. എൻ്റെ ഫാക്ടറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. എൻ്റെ പേര് സെലിമോൾ. ഞാൻ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പേര് റെജി. ഞാനൊരു എക്കണോമിസ്റ്റാണ്. വളരെ കാര്യഗൗരവമായിട്ട് തന്നെയാണ് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഫെമി. ഞാനൊരു വിദ്യാർത്ഥി പ്രതിനിധിയാണ്. സെന്റ് മേരീസ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ പേര് സുകുമാരി, പ്രശസ്ത കവയിത്രി. ഞാൻ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധ പട്കു.
ആവുക. ഹലോ വീഡിയോ നിങ്ങൾ കൈ ഉണ്ടാക്കിക്കോളൂ. വെള്ളം ഒഴിച്ചോ? ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോ മോളെ. വെള്ളം മതി. ഇതിൽ കുറച്ച് മേടിക്കരുത്.
ബുക്ക് തന്നെയാണ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ആയിരുന്നില്ല, നമ്മൾ കണ്ടന്റ് ബേസ്ഡ് ആയിരുന്നില്ല നമ്മുടെ പരിശീലനം. അതുകൊണ്ട് തന്നെയാണ് അതിൽ ആക്ടിവിറ്റീസ് വളരെ കുറവായിരുന്നു, കൂടുതൽ നമ്മൾ മറ്റുള്ള സെഷനുകളായിരുന്നു. പക്ഷെ ഈ വർഷം പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ വർഷങ്ങളായി പരിചയമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഒന്നും ഇവരോട് നമുക്ക് ഇത് എത്ര സമയം ചെയ്യണം. വർഷക്കാലം ഞാൻ ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ അനുസരിക്കും, ചിലതൊക്കെ നോ പറയും. പക്ഷെ വീണ്ടും ടീച്ചറുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ ആവശ്യങ്ങളോ പറഞ്ഞാൽ ടീച്ചർ അതൊന്നും ഉറപ്പില്ല, ടീച്ചർ വീണ്ടും സഹായിക്കും. നല്ല ഓർമ്മകൾ, നല്ല മാതൃകകൾ ഞാൻ അയവെക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം വിരമിക്കുന്ന ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ, അതുപോലെ നമ്മുടെ ആദരിച്ച BP ജയ്സൺ മാഷ്, അതുപോലെ ഇതിന്റെ ചുക്കാൻ പിടിച്ച ഉണ്ണീകൃഷ്ണൻ മാഷ്, അതുപോലെ ജോലി ടീച്ചർ, നമ്മുടെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.